നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബെന്നി സാറാണ്. സാറ് അറിയപ്പെടുന്നത് മൈൻഡ് മാജിക് ബെന്നി എന്നാണ്. ഈ പേരിനും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? ഈ പേര് കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള റീസണൊക്കെ ഉണ്ടാവും. സാറിൻ്റെ സ്ഥലം എറണാകുളം വാരപ്പുഴയാണ്. അപ്പോൾ സാർ കുറേ കാര്യങ്ങൾ പഠിച്ച വ്യക്തിയാണ്. എനർജിയായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ മൈൻഡ് മാജിക് ബെന്നി എന്നാണല്ലോ സോഷ്യൽ മീഡിയയിലും ജനങ്ങളുടെ ഇടയിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേര് കൊണ്ട് സാറ് ഉദ്ദേശിക്കുന്നത് എന്താണ് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മാജിക്കാണ്. അതായത് മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അപ്പോൾ മാജിക് എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കല, അതാണ് മാജിക്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതിൻ്റെ വലിയ ട്രിക്കാണെന്ന് പറഞ്ഞാലും ഏതൊരു മനുഷ്യൻ അത്ഭുതം കലർന്ന രസത്തിൽ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനസ്സ് ഇതുപോലെയാണ്. മനസ്സ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുത വസ്തുവാണ്. അതൊരു അക്ഷയപാത്രം പോലെയാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത്രയും മിറാക്കിളുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ മൈൻഡിനെ മാജിക്കായിട്ട് കണക്ട് ചെയ്തത്. കാരണം ഞാൻ ഒരു മജീഷ്യനും കൂടിയാണ്. അപ്പം മൈൻഡ് മാജിക്, അതായത് മനസ്സിൻ്റെ മായ അല്ലെങ്കിൽ ആ ഒരു മായാജാലം. അപ്പം അതായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ പേരും കൂടി ആഡ് ചെയ്തിട്ട് മൈൻഡ് മാജിക് ബെന്നി. ഈ മൈൻഡ് മാജിക് ബെന്നി എന്ന് പറയുമ്പോൾ ഒരു മാജിക്കാന്ന് പറഞ്ഞല്ലോ. ജീവിതവും മാജിക്കാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു മാജിക്കാണ്, മനസ്സൊരു മാജിക്കാണ്. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പം അതിലേക്ക് കടന്നു വന്ന ഒരുപാട് വഴികൾ ഉണ്ടാവും. അപ്പം ഒരു ഗുരുവിൻ്റെ കീഴിലാണ് കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞു. ഇപ്പം മെസ്മറിസം പഠിച്ചിട്ടുണ്ട്, ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്, സൈക്കോളജി, സാർ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ റേക്കി, പ്രാണിക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് സാറിന് ഏറ്റവും പ്രധാനമായിട്ടും തോന്നിയ കാര്യം, അതായത് ജനങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് അവരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് മാജിക് ആയതുകൊണ്ട് അത് വിജയിപ്പിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. അതെങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാം, അതാണല്ലോ സാറ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സാറ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഓക്കെ, അതായത് എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഗ്രഹിക്കണം, എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം വേണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് വേണം, ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജീവിതം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ മെച്ചപ്പെട്ട ശമ്പളം, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അത് ഇനിയും ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതിനായിട്ട് മനുഷ്യർ ചെയ്യുന്ന പലതും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് എത്താറില്ല. ഇപ്പോൾ ചില ആൾക്കാർ ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് പല സ്പിരിച്വൽ ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ജാതിയുടെ രീതിയിൽ തന്നെ ജാതി മാറുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള എനർജി ബേസിട്ടുള്ള, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ പുറകെ എല്ലാം മനുഷ്യർ പോകുന്നുണ്ട് ഇതാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടും പലർക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ടുകൾ ഉണ്ടാകണില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകാത്തതെന്ന് ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാനിട വന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ചിട്ട് ഞാൻ പലതിൻ്റെയും പുറകെ പോയി. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പഠിച്ച ആളാണ് ഞാൻ. കാരണം അത് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് സമ്പന്നനാകണമെന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ്. അപ്പോൾ 18 വയസ്സാകാൻ കാത്തിരുന്നിട്ട് ഞാൻ അന്നേരം ഈ പറഞ്ഞ മാഡം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട സൈക്കോളജി, മെസ്മറിസം, ഹിപ്നോട്ടിസം മാജിക്കായിട്ട് കണക്ട് ചെയ്ത് ചെറുപ്പത്തിലേ പഠിച്ചതാണ്. കാരണം 14 വയസ്സിലേ തൊട്ട് ഞാൻ സ്റ്റേജ് മാജിക് ചെയ്യണ ഒരു അവസ്ഥ, മീൻസ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത്രയും ചെറുപ്പത്തിൽ തന്നെ സ്റ്റേജ് മാജിക്കുകൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അപ്പോൾ ആ പഠിച്ചത് വെച്ചിട്ട് അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തത്. അപ്പോൾ അതിലിങ്ങനെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ആ ഡെവലപ്മെൻറ്റ്സിന് നിലനിൽപ്പില്ല. മനുഷ്യർക്ക് സംഭവിക്കണത് ഒന്ന് നമ്മൾ നന്നായി വരുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ ഒരു സ്ഥായിയായ ഡെവലപ്മെൻറ്റ്സ് ഇല്ല, പ്രശ്നങ്ങൾ വരും, അതിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ സൊല്യൂഷൻ ആവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതില്ലാത്ത രീതിയിലോട്ട് വരും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ വന്നു പറഞ്ഞാൽ ഞാൻ ഈ പഠിച്ചത് വെച്ചിട്ടുള്ള നല്ല ഡെവലപ്മെൻറ്റ്സ് ജീവിതത്തിലുണ്ടായി. അതായത് തുടനെല്ലാം പൊന്നാണെന്ന് പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. എനിക്ക് ചുറ്റി കമ്പനി ഉണ്ടായിരുന്നു, അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു, ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ ഉണ്ടായിരുന്നു, അതുപോലെ മാജിക് ഷോ ചെയ്യുമായിരുന്നു, പൈസയ്ക്ക് പണം കൊടുക്കുമായിരുന്നു, അങ്ങനെ വമ്പം പരിപാടികളായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 22 വയസ്സായപ്പോൾ തന്നെ എനിക്ക് PA ഒക്കെ ഉണ്ടാകുന്ന സെറ്റപ്പ് ഉണ്ടായി. ഇപ്പോൾ നാട്ടുകാരുടെ പൈസ കിട്ടുന്ന റോൾ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെയെല്ലാം മനുഷ്യർ മനസ്സിലാക്കാത്ത, ഇപ്പോഴും വളരെ റെയറായിട്ടുള്ള ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസിൽ ജീവിക്കണമെന്ന് പറയാൻ പറ്റും. എന്നാലും അത് വളരെ കുറവാണ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാധനമാണ് നെഗറ്റീവ് എനർജി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സക്സസ് ആകാൻ വേണ്ടി പഠിക്കണത് എന്താ? ഇപ്പോൾ ഏതൊരു മനുഷ്യന് സക്സസ് ആകാൻ വേണ്ടിയിട്ട് നല്ലത് പ്ലസ് അല്ല അന്വേഷിച്ച് കിടക്കണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു മനുഷ്യനെ അന്വേഷിക്കുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു, അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവനൊരിക്കലും അതിലെത്താൻ പറ്റാത്തത്, അവനെ ബാധിക്കണ നെഗറ്റീവ് എനർജി എന്താണെന്ന് പഠിക്കാത്തതും എക്സ്പീരിയൻസ് ചെയ്യാത്തതും കൊണ്ടാണ്.
പക്ഷേ ഞാനിപ്പോൾ ഇത് ആധികാരികമായിട്ട് പറയുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നതിന് ശേഷം മാത്രമാണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്നു. ഒരു ആക്സിഡൻറ്റ് വന്ന് കിടപ്പിലായി, അങ്ങനെ കടക്കണി വന്നു. എനിക്ക് അന്നേരം ഒരു വൈഫ് ഒരു കുട്ടിയുള്ള സമയത്താണ്. കടക്കണി വന്നിട്ട് 200-ന് മേലെ ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ച പലതും, ഞാൻ പഠിച്ചതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ, എല്ലാം നല്ലതല്ലേ, സൈക്കോളജി അല്ലാണ്ട് ഇതൊക്കെ നല്ല. പക്ഷേ ഇതെല്ലാം എൻ്റെ ജീവിതം രക്ഷിച്ചില്ല. ആ തകർച്ച, ഞാൻ തകർന്നിട്ട് അവിടെ നാട് വിട്ടു പോയി. അവിടെ നിന്നെല്ലാം ഞാൻ ജീവിതം പഠിച്ച്, എനിക്ക് ജീവിതം പഠിക്കണതിന് മുമ്പ് എനിക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടായിരുന്നു. 2 തവണ അതിനൊക്കെ ശ്രമിച്ച് നാട് വിട്ടു പോയിട്ട് അലഞ്ഞിരിഞ്ഞ് കിടന്ന് അങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കാമെന്ന് എല്ലാവരും വിശന്നിട്ട് ഞാനിപ്പോൾ പറയണ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പോയത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ വേറെ ജില്ലകളിലൊക്കെ ചെന്നിട്ട് തെണ്ടിയിട്ടുണ്ട്. കരൂർ സിറ്റിയിൽ, എറണാകുളത്താണ് എൻ്റെ സ്ഥലം, എറണാകുളത്ത് തന്നെ ഞാൻ തെണ്ടിയിട്ടുണ്ട്. കാരണം അന്നേരം ഒറ്റപ്പെട്ട അവസ്ഥ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ എനിക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു 5 രൂപ ഉണ്ടാവുമോ എന്നുവരെ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച അവസാനം എനിക്കൊരു ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നത് ശരിക്കും പറഞ്ഞാൽ 3 മതഗ്രന്ഥങ്ങൾ വായിച്ചു, ഭഗവത്ഗീത, ബൈബിള്, ഖുറാൻ. അപ്പം ഇതിൽ നിന്നെല്ലാം ഞാൻ ഇതിനപ്പുറത്തേക്കുള്ള ഒരു സ്പിരിച്വൽ പവറിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വേണ്ടിയാണ്. അങ്ങനെ എനിക്ക് ജീവിക്കണം എന്നുള്ള മൈൻഡ് വേണം. ആ മൈൻഡിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് എന്തുകൊണ്ടാണ് എനിക്ക് വന്നത്, ഇതൊക്കെ വന്നത്, ഈ പ്രശ്നങ്ങൾ വന്നത്. അതിൻ്റെ മിഡിൽ വർക്ക് ചെയ്യുന്ന നെഗറ്റീവ് എനർജിനെ ഞാനൊരു 3 വർഷം എടുത്തിട്ട് റിസർച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ഏതൊക്കെ തരത്തിൽ, അതായത് നെഗറ്റീവ് പോസിറ്റീവിൻ്റെ രൂപത്തിൽ വരും തിരിച്ചറിയാൻ പറ്റും. പോസിറ്റീവിൻ്റെ ഒരു രൂപത്തിൽ നെഗറ്റീവ് വന്നാൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഏതൊക്കെ പഴുതടക്കണ രീതിയിലുള്ള എല്ലാം മനസ്സിലാക്കി. പിന്നെ എൻ്റെ ലൈഫ് ആ എക്സ്പീരിയൻസിലാണ്. സാറപ്പം ശരിക്കും നെഗറ്റീവ് എനർജി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അതായത് അതൊരു വൈബാണ്. ഇപ്പോൾ മാഡം ഒരു സ്പിരിച്വലായിട്ടുള്ള ടോക്കാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ടോക്കാണെങ്കിലും, അല്ലെങ്കിൽ കേൾക്കാൻ നല്ല കാര്യങ്ങൾ, അതായത് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാഡം കൂടുതൽ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. മാഡത്തിന് നല്ല ഇതായി. മാഡം ഇപ്പോൾ ഒരു ഗുരുസ്ഥാനത്തേക്കുള്ളായിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയിൽ നിന്ന് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മാഡത്തിന് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒന്നാണോ, നമുക്ക് എങ്ങനെ നല്ല ക്യാരക്ടർ നന്നാക്കാം, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക തലത്തിൽ എങ്ങനെ എത്താം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ എങ്ങനെ അത് കൂടുതൽ ദൈവത്തോടെ എടുക്കാം, അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള പോസിറ്റീവ് വേർഡുകൾ കേൾക്കുമ്പോൾ മാഡം പോസിറ്റീവ് ആകണമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണത് മാഡത്തിന് ഏറ്റവും കൂടുതലുള്ളത് നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ആകുന്നത്. മനസ്സിലായോ? അസം മാഡം ഓൾറെഡി പോസിറ്റീവാണ് കൂടുതലെങ്കിൽ അത് പ്രത്യേകിച്ച് മാഡത്തിന് ഫീൽ ചെയ്യില്ല, കാരണം മാഡം പോസിറ്റീവിലാണല്ലോ. അതുപോലെ നെഗറ്റീവ് എനർജി ഉള്ള ഒരാളിൽ നെഗറ്റീവ് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. കലക്കവെള്ളത്തിൽ എതിരുള്ളിൽ കലക്കവെള്ളോട്ട് അറിയില്ല. അപ്പോൾ ഭൂരിപക്ഷം മനുഷ്യർക്കും നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടുതലാണ്. പക്ഷെ അവർ ക്യാരക്ടർ പോസിറ്റീവ് ആയിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, ഒരു തെറ്റും ചെയ്യാണ്ടാവില്ല. പക്ഷെ അവൻ്റെ ജീവിത രീതി കൊണ്ടും പാരമ്പര്യം കൊണ്ടും സംസ്കാര രീതി കൊണ്ടും അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിന്നെല്ലാം ഹൈലി നെഗറ്റീവ് എനർജി അവനിലുണ്ട്. അപ്പോൾ മാഡം ചോദിച്ചോളി, നെഗറ്റീവ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വൈബാണ്, ഒരു ഫീലാണത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ. മീൻസ് അതിന് നമുക്ക് ഏത് രീതിയിലും പറയും. ഇപ്പോൾ മാഡത്തിൻ്റെ എക്സ്പീരിയൻസിൽ അത് വേറെ രീതിയായിരിക്കും. ഇപ്പോൾ കോസ്മിക് എനർജി എന്ന് പറയും, പ്രാണിക് എനർജി എന്ന് പറയും. ഇതെല്ലാം ഒരു എനർജിയാണ്. അതായത് ഈ വേൾഡിൽ ഇപ്പോൾ കറണ്ടില്ല, ഈ ബൾബ് കത്തുന്നുണ്ട് ഇവിടെ. ഈ ബൾബ് കത്തണയിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ഉണ്ടല്ലേ. ആ 2 ഫേസിൻ്റെ 2 വയറുകൾ, നെഗറ്റീവ് വയറുണ്ട്, പോസിറ്റീവ് വയറുണ്ട്. അത് പാരലായിട്ട് വന്നിട്ട് ഒരു പ്രത്യേക ഉപരിതലം അല്ലെങ്കിൽ ഹോൾഡർ അതിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ ബൾബ് കത്തുന്നു ഇല്ലേ. പക്ഷേ ഈ 2 വയറും കൂടി കൂട്ടി എന്ത് വരും? അടിച്ച് ഇരുട്ടായി പോകും. ഇതാണ് മനുഷ്യൻ്റെ ലൈഫിൽ സംഭവിക്കണം. ഈ നെഗറ്റീവ് എന്ന് പറയണത് പോസിറ്റീവ് എന്ന് പറയണത് പോലെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ട സാധനം തന്നെയാണ്. അത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെയും അല്ലേ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അളവ് പോലും മാത്രം കയറി ഇറങ്ങി വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതായത് നമുക്ക് സംഭവിക്കണം എന്തറിയോ, നമ്മളിപ്പോൾ ഡോക്ടർമാർ പറയൂലേ എല്ലാവിധ മാരക രോഗങ്ങൾ വരാനുള്ള അണുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ കരുത്തുള്ള അണുക്കൾ നമ്മുടെ അകത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണതും നമുക്കിത് അകത്തേക്ക് പ്രവേശിക്കാത്തതും. നമ്മളുടെ ശരീരത്തിനും ബാധിച്ചിട്ട് നമ്മൾ ഫെയിലിയർ ആകാത്ത അല്ലെങ്കിൽ അസുഖം ബാധിക്കാത്തത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള അണുക്കൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അണുക്കൾ ഉള്ളതുകൊണ്ടാണ് ഇല്ലേ. പക്ഷെ ചുറ്റിലും നമുക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള അണുക്കളുണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഞാൻ വേറൊന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഒരു ചില ആൾക്കാരുണ്ടല്ലോ അവർ ജനിച്ച നാൾ മുതലേ നെഗറ്റീവ് ആയിരിക്കും. അതെ, എന്നുവെച്ചാൽ അവരെന്തൊക്കെ ചെയ്താലും അവർ ആ ഒരു റേഞ്ചിലേ നിൽക്കുകയുള്ളൂ. അതായത് പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാൽ നെഗറ്റീവ് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്കൊന്ന് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണോ അതോ അവരുടെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവരെത്രയും നമ്മൾ പുറമേ നോക്കുമ്പോൾ കുഴപ്പം കാണത്തില്ല, പക്ഷേ ആക്ച്വലി അവർ നെഗറ്റീവ് ആണ് ആള് അല്ലേ, അവരറിയാതെ അതിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഡം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിന് ഭയങ്കര പങ്കുണ്ട്.
ഇതൊന്നും ആരും പ്ലാൻഡായിട്ട് ചെയ്യണമല്ല. നമ്മൾ ജനിച്ചു വളരുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മൾ ഇടപഴകുന്ന സാഹചര്യം, നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാർ, കുട്ടിക്കാലം മുതൽ ഞാൻ പറയണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് നല്ല രീതിയിലുള്ള ഗൈഡൻസും ഫ്രീഡവും ട്രെയിനിങ്ങും അല്ലെങ്കിൽ എല്ലാം കൊടുക്കാൻ തയ്യാറായ മാത്രമേ ഈ പണിക്കിടന്നവെന്ന് പറയുള്ളൂ. കാരണം ഒരാളുടെ ഫ്യൂച്ചർ ഇപ്പം നമ്മൾ പറയില്ല സൈക്കോളജി 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെല്ലാം സ്റ്റോർ ആവുമെന്ന് പറയുന്ന പോലെ നമ്മൾ നിസ്സാരം എന്ന് കാണും. ഒരു കുഞ്ഞിനെ നമ്മൾ നിസ്സാര ആളായിട്ടല്ല കാണണം. ഈ കുഞ്ഞ് ശരിക്കും നമ്മളെ കുഞ്ഞായിട്ടല്ല കാണണം. ഇവൻ ഒരു ലെവൽ കഴിഞ്ഞാൽ ഭയങ്കര ഹൈലി പവറായിട്ടുള്ള നെഗറ്റീവാണ് പോസിറ്റീവാണ്. അപ്പം നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ സാമ്പത്തിക പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇമോഷണൽ എനർജി അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ആ കുട്ടീനോടുള്ള ഡീലിങ് നെഗറ്റീവായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതെല്ലാം ഒരു ഒബ്സർവ് ചെയ്യും. ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ കണ്ടിട്ടില്ലേ കുട്ടികളെല്ലാം ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര പ്ലസൻറ്റാണ്. ഇപ്പോൾ ഈ കറുത്തതാണെങ്കിലും വെളുത്താണെങ്കിലും ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും കുട്ടി, നല്ല നമ്മൾ പറയും കുരുത്തക്കേടാണ് ഈ കൊച്ചിനെ കൊണ്ട് ഒട്ടങ്ങിയിരിക്കുമെന്ന് പറയും. അത് അവൻ്റെ ജന്മവാസനയാണത്. കാരണം അവന് തിരിച്ചറിയോ അറിവൊക്കെ വരുന്ന സമയത്ത് അത് ബാലൻസ് ആവും. അതുവരെ അവൻ ഈ തെറിച്ച് നടക്കണമെങ്കിൽ കുരുത്തക്കേട് കാണിക്കണമെങ്കിൽ അവൻ ഭാവിയിൽ വൻ വിജയങ്ങൾ നേടാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ അടയാളമാണത്. പക്ഷേ ആ കുട്ടീനെ നമ്മൾ മാനേജ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മളെത്ര റിലാക്സ് ആയിരിക്കണം. അപ്പം ഞാൻ പറയും ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം ഒരാൾ. കാരണം ഒരു തലമുറ ജനിക്കുമ്പോൾ റോങ് സിസ്റ്റത്തിൽ പോണേ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾക്ക് തൊട്ടിട്ട് ഞാൻ ചെയ്യുന്ന ടൈപ്പ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻസ് അവർക്ക് കുറേ. അപ്പോൾ എൻ്റെ ഉദ്ദേശം മേഡം ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. അതെന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ശരിയായ ട്രാക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ട്രാക്ക് അതാണ് ഈ വിശന്നിട്ട് തെണ്ടേണ്ട അവസ്ഥയെന്ന് ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എനിക്ക് സ്റ്റുഡൻസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ കൂടുതൽ ആൾക്കാർ വരുന്നതും അല്ലെങ്കിൽ വിദേശത്ത് ആൾക്കാരുള്ളതും അല്ലെങ്കിൽ ഞാൻ 6 മാസം കൂടുമ്പോൾ വിദേശത്ത് ട്രെയിനിങ്ങിന് പോകുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തെണ്ടേണ്ട അവസ്ഥ എനിക്ക് സ്വന്തം വീടുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വന്നേക്കണ ആ ഒരു ചേഞ്ച് വന്നത് ഞാൻ ഈ കറക്റ്റ് ട്രാക്കിൽ പോയപ്പോൾ മാത്രം. പക്ഷേ ഇത് ഏതൊരാൾക്ക് സാധ്യം? നമ്മൾ ദരിദ്രനായിട്ട് ജനിച്ച് നമുക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ളൂ, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇത്രയൊക്കെ നമ്മുടെ റേഞ്ചുള്ളൂ, എനിക്ക് ഇത്ര വരുമാനമുള്ളൂ, അതിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് നേടാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ആഗ്രഹിക്കാൻ പറ്റും? കൊക്കിലൊതുങ്ങാത്തത് ആഗ്രഹിക്കണം, പക്ഷെ കൊക്കിലൊതുങ്ങിയത് കൊത്തിയാൽ മതി. പക്ഷെ പഴഞ്ചൊല്ലിൽ നമ്മൾ റോങ് ആയിട്ട് എടുക്കണം. അത് കൊക്കിലൊതുങ്ങിയത് കൊത്താൻ പാടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണ പോലും കൊക്കിലൊതുങ്ങിയത്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മളെ സക്സസ്സിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ഇന്ധനം. ആ ഇന്ധനം ആഗ്രഹിക്കും. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ആ വാഹനം ഓടണമെങ്കിൽ അതിന് ഇന്ധനം നിറക്കണം. അതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ആഗ്രഹമാവുന്ന ഇന്ധനം നമുക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു നല്ല വീട് വെക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ആ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച് വേറെ ആൾക്കാരുടെ വീട് കാണുമ്പോൾ മാത്രം വന്ന് ചിന്തയാണെങ്കിൽ അതിന് കഥയില്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിറാക്കിളാണ്, അത്ഭുതമുള്ള സാധനം. അതിനെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പവർ നമ്മളിലാണുള്ളത്. ഈ പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്റ്റഡാണ്. പക്ഷെ നമ്മളുടെ തിങ്കിൽ എനിക്ക് പറ്റൂല, കഴിയില്ല, എനിക്കിങ്ങനെ കുറവുണ്ട്, എനിക്ക് ഇത്ര ഉള്ളതെന്ന് പറഞ്ഞാൽ ആ എനർജി അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. സാറ് ഹിപ്നോട്ടിസോ മെസ്മറിസോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ. അപ്പം താങ്കളുടെ അടുത്ത് വന്നൊരു വ്യക്തി ഇപ്പോൾ അവർക്ക് ഭയങ്കരമായ ഭയം അല്ലെങ്കിൽ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തു അല്ലെങ്കിൽ മെസ്മറിസം വഴി അവരെ മനസ്സിലാക്കാൻ നോക്കി. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എവിടെയാണ് അവരുടെ ശരിക്കുള്ള ഭയത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിച്ചതെന്നൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? ഓക്കെ, അത് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇവരുടെ കുട്ടിക്കാലം മുതലുള്ള ചരിത്രം ഇവരെ കൊണ്ട് പറയിപ്പിക്കും. അതായത് ഞാൻ ചെയ്യണ ഹിപ്നോട്ടൈസിൻ്റെ ഒരു രീതിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരാളെ ഭാഗികമായിട്ട് ഉറക്കിയിട്ട് അയാളുടെ സമ്മതത്തോടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അയാളുടെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ അയാളുടെ സമ്മതം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഒരാളെ ഉറക്കിയിട്ട് അയാളുടെ എല്ലാം ചോർത്താന്നുള്ളതായിരിക്കണം വെറും തെറ്റിദ്ധാരണയാണ്. അല്ല, ഇപ്പം അയാൾ മനഃപൂർവ്വം ഇപ്പം ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടെന്ന് ആഗ്രഹം കാണുമായിരിക്കും, അത് പുള്ളിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ കാണാം. അപ്പം അതും ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വന്നാൽ മാത്രമേ ആ വ്യക്തി ഹീലാവുകയുള്ളൂ. അതെ, ഉറപ്പായിട്ട് അങ്ങനെ ഹീലാവുള്ളൂ. അയാൾ പറയണത് തീരുമാനിച്ചാൽ ഹിപ്നോട്ടൈസ് ചെയ്താലും പറയിപ്പിക്കാൻ പറ്റില്ല. അയാൾ തീരുമാനിക്കണം, അയാൾ വിചാരിക്കണതാണ് ഇതൊന്നും ഞാൻ പറയൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് വിചാരിച്ചാലും അത് പറയിപ്പിക്കാൻ പറ്റില്ല. ഹിപ്നോട്ടിസ്റ്റ് വിചാരിച്ചാൽ അങ്ങനെ പറയിപ്പിക്കാൻ പറ്റില്ല. ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ബാഹ്യ ഉറക്കത്തിലോട്ട് കൊണ്ടുപോയി ആ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന വ്യക്തിയായിട്ട് സഹകരിച്ചിട്ട് അയാളെ ക്ലെൻസ് ചെയ്യിക്കാനായിട്ട് അയാളുടെ പൂർണ്ണ മൈൻഡ് ഉണ്ടാകും. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് ഒരാളെ ഭാഗികമായിട്ട് ഉറക്കാണ്ട് തന്നെ ഞാൻ ടോക്കിലൂടെ തന്നെ അവരൊരു ഹിപ്നോട്ടിക്കൽ മോഡിലൂടെ ഫുൾ കോൺസെൻട്രേഷൻ ഇന്ത്യയിലോട്ട് ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലോട്ട് കൊണ്ടുവരികയും അവർക്ക് ഹിന്ദി ഇട്ട് കൊടുക്കുകയും അവർ ഹൈഡ് ചെയ്യണ ചില സാധനങ്ങളുടെ സൂചന കൊടുക്കുകയും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അയാളുടെ മൈൻഡിനൊന്നും ഞാൻ ലോക്കാക്കിയിട്ടില്ലല്ലോ. മീൻസ്
ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സാധനം ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഫിയർ തന്നെ എന്താണ് എന്നെ ഉറക്കി കഴിയുമ്പോൾ എൻ്റെ എല്ലാം ചോർത്തി എടുക്കും എന്നുള്ള പേടിയാണ്. അപ്പം നമ്മൾ ഉറക്കാത്തൊരു രീതി ഞാൻ എൻ്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്തതാണ്. വേറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരാൾ ഉറക്കാണ്ട് തന്നെ അയാളായിട്ട് ടോക്ക് ചെയ്യുന്ന നിമിഷങ്ങളിൽ, പക്ഷെ അതിന് ചിലപ്പോൾ ഒരു അരമണിക്കൂർ സമയമൊക്കെ എടുക്കും. ആ അരമണിക്കൂർ കൊണ്ടിട്ട് അയാളെ പഠിച്ച് അയാളുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയത് ഞാൻ അയാളുടെ നല്ല ഫ്രീ ആവും. ആ അരമണിക്കൂർ കൊണ്ട് അയാളുടെ നല്ല ഇതാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അയാളുടെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങൾക്ക് പറയാൻ ആരോടും പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ അയാൾ കുറച്ചൊക്കെ പറയും, കുറച്ച് ഹൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നുന്ന ആളെ ഇന്ന കാറ്റഗറിയിലുള്ള കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വായിലേയും ചോദിക്കും നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, കാരണം അത് ക്ലിയർ ചെയ്താലേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം, നിങ്ങളെപ്പോലെ എന്നെ വിശ്വസിക്കാം, നിങ്ങൾ പറയും എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. അതെൻ്റെ മൈൻഡിൽ ചിലപ്പോൾ തോന്നാറുണ്ട് റെയറായിട്ട്. കാരണം ഒരാളിൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഉറപ്പായിട്ടും അയാൾ പൂർണ്ണമായിട്ടും എല്ലാം ഓപ്പണായിട്ട് അയാളുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലവർ വളരെ റെയറായിട്ട് പറയാണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ കിട്ടണം എന്ന് ചോദിച്ചാൽ അതൊരു ഗിഫ്റ്റാണ്. ഞാൻ പറയും തൻ്റെ ലൈഫിൽ തനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, ഇന്നും ശത്രുതാമയിലുള്ള ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ അതായിരിക്കും മനം. അതെന്തായിരുന്നു പ്രശ്നം? അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് മനസ്സിലായി. അയാൾ പിന്നെ സറണ്ടറായി. അപ്പോൾ അയാൾ ബാക്കിയുള്ള കഥ പറയും. അപ്പോൾ അതിനുശേഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഹീൽ ചെയ്യപ്പെടുന്ന തുടക്കമേ ആവുള്ളൂ. ഞാൻ അതാണ് 6 മാസം സമയം പറഞ്ഞത്. നമ്മൾ കുറേ ടിപ്സ് കിട്ടിയതുകൊണ്ടാണ്, കുറേ കാര്യങ്ങൾ അറിവ് നേടിയത് കൊണ്ടാണ്, അത് ജീവിതത്തിൽ അയാൾ ഒറ്റക്ക് പ്രവർത്തിക്കാൻ ശ്രമിച്ചത് കൊണ്ടൊന്നും അയാൾക്ക് മാറ്റം പറ്റില്ല. കാരണം 6 മാസമെങ്കിലും വേണം. മിനിമം 6 മാസം പറയാൻ കാര്യം എന്ന് പറയാം. എൻ്റെ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയാൾ ജീവിക്കണ പഴയ സിസ്റ്റത്തിൽ തന്നെയല്ലേ. അയാളുടെ സാഹചര്യം, അയാളുടെ വീട്ടുകാരുണ്ടെങ്കിൽ ആ വീട്ടുകാർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ അതാളല്ലേ. അപ്പോൾ ഇയാളുടെ വിഷനിൽ കുറേ ബോധ്യങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം അങ്ങനെ പഴയ പോലെ തന്നെ പെരുമാറുള്ളൂ. അപ്പം അവിടെയൊക്കെ എങ്ങനെ നിൽക്കണം, ഇതെല്ലാം ഈ ഓരോ ട്രെയിനിങ്ങിൽ വരും. ഇപ്പോൾ വൈഫായിട്ട് എങ്ങനെയായിരുന്നു, വൈഫായിട്ട് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകും, മക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ആഴ്ച ഇങ്ങനെ സ്റ്റഡി ചെയ്ത് ഇയാളുടെ ലൈഫ് സ്റ്റൈലിനെ അഴിച്ചു പണിയെന്ന് പറയാം. അത് സിമ്പിളായിട്ട് മാഡത്തിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ പറയില്ലേ ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ തെറ്റായ ഫുഡിൽ നിന്നാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. ഇന്ന് പബ്ലിക്കിന് എല്ലാവരും അറിയാം. ഇത് സെയിം സാധനമാണ് മനസ്സിന് വരുന്നത്. തെറ്റായ ജീവിതശൈലി, മാനസികമായിട്ട് തെറ്റായ, അറിഞ്ഞോ അറിയാതെയോ തെറ്റായ ഒരു മൈൻഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സക്സസ് ആകാൻ തടസ്സം, നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണതിലെല്ലാം ഇതൊക്കെ വന്നാൽ തെറ്റായ ജീവിതശൈലിയാണ് മനസ്സിൻ്റെ. അപ്പോൾ ആ സിസ്റ്റത്തിന് ഇപ്പോൾ ഡോക്ടർ എന്ത് പറയും, നിങ്ങൾ ഡയറ്റ് എടുക്കൂ, ഫുഡിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയും. അപ്പോൾ അത് ഒരു ദിവസം ഫുഡിൽ മാറ്റം വരുത്തിയോണ്ട് ചേഞ്ച് വരില്ലല്ലോ. അതിന് ചിലപ്പോൾ 6 മാസം കൊടുക്കും, 1 കൊല്ലം കൊടുക്കും. ഇതേപോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു 1 ടൈം ഹിപ്നോട്ടൈസ് ചെയ്താൽ ക്ലെൻസിങ് ആവില്ല. ക്ലെൻസിങ് കുറച്ച് നേരത്തൊക്കെ ആവും. പക്ഷേ അയാൾ പഴയ ആൾക്കാരായിട്ട് ഒരൊറ്റ ആഴ്ച ഇടപെടിയാൽ മതി, വീണ്ടും പഴയ സ്റ്റൈൽ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മുടെ ജീവിതശൈലിയിലും കൂടി നമ്മൾ മാറ്റം വരുത്താനായിട്ട് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യണം. അത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ് ചെയ്യണതിൻ്റെ കാര്യമാണ്. ഈ ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്താലേ അത് നടക്കുള്ളൂ. കാരണം 10 പേർക്ക് ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുത്താൽ എനിക്ക് അത്യാവശ്യം കൂടുതൽ ലാഭം കിട്ടണതാണ്. 10 പേർക്ക് 25 പേർക്കാണ് കൊടുത്താൽ മതി. പക്ഷെ അത് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യേണ്ട സാധനമല്ല ഇത്. ശരിക്കും എൻ്റെയൊക്കെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ആരെയും സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് സർവീസ് ചെയ്ത ആവശ്യത്തിന് പണം നമ്മളിലേക്ക് വന്നോളൂ. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ഗ്രൂപ്പ് ട്രെയിനിങ്ങും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, അവരെല്ലാം നല്ലതാണ് ചെയ്യണം. അവരുടെ സർവീസ് കൊണ്ട് എല്ലാം ആൾക്കാർക്ക് മാറ്റം വരുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ അടുത്തേക്ക് വരെ എത്താനുള്ള ചവിട്ടുപടികളാണ്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞും ചിലപ്പോൾ അവർക്ക് വേറെ ആൾ, ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇതിലും എന്നേലും നല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ചവിട്ടുപടി പോലെ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരാളെ പുറകെ നടന്ന് പഠിപ്പിക്കണം. പല ഈ അമ്മ കുട്ടികളെ, ഇപ്പോൾ മാഡവും ഞാനൊക്കെ ഇന്ന് നല്ല ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും, നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും, കുളിക്കുന്നുണ്ടെങ്കിലും, ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ അമ്മ പഠിപ്പിച്ചതാണ് അല്ലേ. അമ്മ പല്ലിയേക്കാൻ പഠിപ്പിച്ച്, അന്ന് നമുക്ക് ഇഷ്ടമായിരുന്നു ഇല്ല. അമ്മ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിച്ച്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു, വേണ്ടെന്ന് പറയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതായി. ഇതേ പണി തന്നെ ചെയ്താലേ ഈ തെറ്റായ ബിലീഫ് സിസ്റ്റത്തിനെ അഴിച്ചു പണിയാൻ പറ്റുള്ളൂ. അങ്ങനെ അഴിച്ചു പണിഞ്ഞാൽ തിരിച്ച് ആൾക്കാരിൽ തന്നെ പഴയ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ പഴയ രീതിയിലാകാതിരിക്കാൻ അവരെന്തൊക്കെ ശ്രദ്ധിക്കണം? പഴയ രീതിയിലാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് വേണം ചോദിക്കുമ്പോൾ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സീക്രട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ഉണ്ട്. കാരണം ഞാൻ ട്രെയിനിങ്ങിൽ പറയുന്ന രീതിയാണ്. എന്താണെന്നറിയാമോ, നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമൺ രീതിയിൽ വേണമെങ്കിൽ ഒരു സാധനം മാത്രം ഞാൻ പറയാം കോമൺ ആയിട്ട്. പക്ഷെ എന്നാലും അത് ഓരോ ആൾക്കാരുടെ ജീവിത രീതി വ്യത്യാസം ഉണ്ടല്ലോ, അതനുസരിച്ച് തന്നെ വേണം ചെയ്യാൻ. ഇപ്പം മാഡത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ മെത്തേഡായിരിക്കില്ല വേറൊരാൾക്ക് പറഞ്ഞു തരാം. കാരണം അയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ സ്റ്റഡി ചെയ്തിട്ട്. എന്നാലും ഞാൻ ഒറ്റവാക്കി പറയാം, നമ്മൾ നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും നമുക്ക് ലോസാണ് നമ്മുടെ സംസാരം കൊണ്ടാണ്, നമ്മുടെ സംസാരത്തിൽ
നമ്മളെ ഏറ്റവും കൂടുതൽ ലാഭിക്കേണ്ടത് നമ്മുടെ സംസാരം. നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ആയുസ് പോകും. അതുകൊണ്ടാണ് പറയുന്നത് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് പോളിസി. റിയൽ ആയിട്ടും മാഡം, അതായത് നമ്മളുടെ സംസാരമാണ് നമുക്ക് മണി ഉണ്ടാക്കി തരാം. നമ്മളുടെ സംസാരമാണ് നമ്മുടെ ആയുസ് കൂട്ടണം. നമ്മളുടെ സംസാരം നമ്മളെ പവർഫുൾ ആക്കും. ഇതേ സംസാരം നമ്മളെ നെഗറ്റീവ് ആക്കും, നമ്മുടെ ആയുസ് കുറയും. ഇതേ സംസാരം നമുക്ക് മണി ലോസ് ഉണ്ടാവും. ഇപ്പോൾ ടൈം ഈസ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ഇടപെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മാഡം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ട്രെയിനിങ്ങിൽ മാത്രം അതിന് അതായത് 10 സെക്ഷൻ അതിനുണ്ട്. മാഡം ചോദിച്ച ചോദ്യമില്ല. മാഡം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗംഭീര ചോദ്യമോ, കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ അത് എൻ്റെ ട്രെയിനിങ്ങിലുള്ള എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ചോദ്യം ഇമ്പോർട്ടൻറ്റ് ചോദ്യം, കാരണം അത് ഒരു പ്രധാന കീയാണ് മാഡം ചോദിച്ച ക്വസ്റ്റ്യൻ. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ ലാഭിക്കേണ്ടത് നമ്മുടെ സംസാരം ലാഭിച്ചാൽ നമ്മുടെ ആയുസ് നമ്മൾ ലാഭിക്കണേ, പണം നമ്മൾ സേവ് ചെയ്യണേ, നമ്മളുടെ ആരോഗ്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ടോക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് മാത്രമേ പറയാം. ഒരു വ്യക്തികളുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് പറയാൻ പറ്റും. പക്ഷേ കോമൺ ആയിട്ട് ഒരു സീക്രട്ട് എന്ന് പറയുന്നത് പറയാവുന്ന ഒരു സാധനം.